ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കണം. അവനെ തല്ലിയിട്ട് കാര്യമുണ്ടാവും. അവന് തല്ലി കഴിഞ്ഞാൽ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ അമ്മ വിളിക്കുകയാണ്, അവരെ തൊട്ടപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി +1 വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും തല്ലി പൊട്ടിച്ചു. കർട്ടനൊക്കെ എടുത്തിട്ട് അവൾ കത്തിച്ചേക്കാണ്. കാരണം എന്താ, ഉമ്മ അവിടെ അമ്മ തല്ലിയാണ്. ലഹരി ഉപയോഗിച്ച് പിടിച്ചു, വീട്ടിൽ കൂട്ടിയിട്ടു, അമ്മ അടിച്ചോണ്ടിരിക്കുക. നടക്കോ? കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മൾ തല്ലല്ലേ ചെയ്യണ്ടേ? ലഹരി ഉപയോഗിക്കുന്ന കുട്ടീനെ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സമാധാനപരമായിട്ടാണ് സംസാരിക്കുക. അവന് വേണ്ടത് എന്താണ്? ട്രീറ്റ്മെന്റ് ആണ് കേട്ടാ. നമുക്ക് ചിലപ്പോൾ ദേഷ്യം കൊണ്ട് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഉള്ളിൽ വികാരം വരും. അല്ലെ, MDMA കിട്ടി, കഞ്ചാവ് കിട്ടി, ആ ദേഷ്യത്തിന് നമ്മൾ എന്ത് ചെയ്യും? പിടിച്ച അലക്കും. കാര്യണ്ടാ. അവന് വേണ്ടത് തല്ല് മാത്രമല്ല, അവന് ഏറ്റവും വേണ്ടത് എന്താ? ട്രീറ്റ്മെന്റ് ആണ്. കാരണം അവൻ ലഹരിക്ക് അടിമയാണ്. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായ? ഇനി നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അടുത്തൊരു കാര്യം, ഇത് ലഹരി ഉപയോഗിക്കുന്ന ഒരാള് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവന്റെ സ്വഭാവത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും അല്ലെ? വളരെ സമാധാനപരമായിട്ട് പോയിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് എന്ത് വരിക? ദേഷ്യം വരിക അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും കുട്ടി എന്ത് കാണിക്കുന്നുണ്ട്? ദേഷ്യം കാണിക്കുന്നുണ്ട്. വളരെ ശബ്ദത്തില് സംസാരിക്കുക, സാധനങ്ങൾ വലിച്ചെറിയുക. ഒന്ന് മനസ്സിലായി. രണ്ടാമത് എന്ത് ചെയ്യുക? റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ഒരു കൂട്ടത്തില് കൂടാതിരിക്കുക, എപ്പോഴും ഒറ്റയ്ക്ക് ഒരു റൂമില് അടച്ചിരിക്കുക, രാത്രി സമയങ്ങളിൽ ഉറങ്ങാതെ പുറത്തേക്ക് പോവുക. അവനെ കാണാൻ പരിചയമില്ലാത്ത ആളുകൾ എവിടേക്ക് വരിക? നിരന്തരം വീടുകളിലേക്ക് വരിക. കുളിക്കാതെ നടക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, തീരെ ഭക്ഷണം കഴിക്കാതിരിക്കുക, മുടിയൊക്കെ വെട്ടാതെ വളരെ വൃത്തികെട്ട രൂപത്തില് നടക്കുക, വസ്ത്രങ്ങൾ അലക്കാതെ അല്ലെ? അവന്റെ നേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ വെട്ടാതെ വളരെ അഴുക്ക് പിടിച്ചിട്ടിരിക്കുക അല്ലെ? ഒരു കൂട്ടത്തിൽ ഭക്ഷണം കഴിക്കരുതി അവൻ ഇരിക്കുവോ? സംസാരിക്കാൻ പറ്റുമോ അവന്റെ അടുത്ത്? അവൻ എന്ത് ചെയ്യും? ഓടിപ്പോകും. ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ മക്കൾക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ലഹരിയെന്ന് പറയാൻ പാടുള്ളൂ. ഒരു സ്ഥലത്ത് ക്ലാസ് എടുത്തു, രാത്രിയായപ്പോ എനിക്ക് ഫോൺ കോൾ വന്നു, സാറേ മോൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എന്ത് പറ്റി? അവൻ മുടി വിട്ടുന്നില്ല. നടക്കോ? ഈ പറഞ്ഞ പരിപാടി പറ്റുമോ? നമ്മുടെ കേസ് അന്വേഷിക്കുമ്പോ എങ്ങനെയാ? എന്തെങ്കിലും ഒരു തെളിവ് മാത്രമാണോ നമ്മുടെ ആവശ്യം? കുറെ തെളിവുകൾ വരണം അല്ലെ? ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒത്തുചേരുമ്പോ മാത്രമാണ് നമ്മൾ എന്താ മനസ്സിലാക്കാൻ പാടുള്ളൂ? നമ്മുടെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. അല്ലാണ്ട് കുളിക്കാൻ നടക്കുന്ന കുട്ടിയും മുടി വെട്ടാൻ നടക്കുന്ന കുട്ടിയും ലഹരി ഉപയോഗിക്കുന്ന ആളാണോ? ഇനി ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ പോണൻ ചിലപ്പോ കുട്ടികൾക്ക് പാഷനാണ് അല്ലെ? പലതരം പാഷനാ. ഇപ്പൊ രാത്രി ഒറ്റയ്ക്ക് ചായ കുടിക്കാൻ ചിലപ്പോ എറണാകുളത്ത് പോണാളുണ്ടാവാം. പോലീസുകാർ ഞങ്ങൾ ചോദ്യം ചെയ്യും അല്ലെ? ഞങ്ങളെല്ലാവരും ഒരു സംശയത്തോടെ കാണുള്ളൂ. കാരണം ഒരാൾ നല്ലതെന്ന് കൊണ്ട് കാര്യമില്ല. 99 പേര് ഇവിടെ അപകടമാണ്. സ്വാഭാവികമായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസിൽ കാണും അല്ലെ? ചായ കുടിക്കാൻ വന്ന ഒരു കുട്ടീനെ പോലീസുകാരൻ ചീത്ത പറഞ്ഞു, ചോദ്യം ചെയ്തു, ഞങ്ങൾ ജീവിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട്. ബാക്കിയുള്ള എല്ലാവരും ചായ കുടിക്കാനാണോ പോണേ? ഈ ഒരുത്തന്റെ പേര് പറഞ്ഞിട്ട് അവർ രക്ഷപ്പെടുക. അത് ഞങ്ങൾ അനുവദിക്കോ? അല്ലാതെ ഞങ്ങൾ ആരും ഉപദ്രവിക്കുന്നതല്ലാട്ടാ. നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു പോലീസുകാരൻ എന്നും സംശയത്തിന്റെ കണ്ണികൂടെ മാത്രമേ കാണുള്ളൂ. അതാണ് മിക്ക കേസുകളും പിടിക്കപ്പെടുന്നത് കേട്ടാ. പണ്ടൊക്കെ നല്ലതായിട്ട് നടന്ന ആൾക്കാരൊക്കെ ഇപ്പൊ എന്തായി? ഓരോരുത്തർ വരുന്നില്ലേ ന്യൂസുകൾ കേട്ടാ. അപ്പൊ ഞങ്ങൾ ഓരോന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടാ. പോലീസിന്റെ ഡ്യൂട്ടിയാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് പേടിപ്പിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുടുംബത്തിലൊരു അവസ്ഥ അല്ലെ? നമ്മുടെ കുടുംബത്തിലൊരു മകനാണ് അങ്ങനെ വരുന്നതെന്ന് ആലോചിക്ക്. നമ്മുടെ ഒരു മകൻ ഒരാളെ കൊന്നിട്ട് വന്നത് നമുക്ക് സഹിക്കുമോ? ലഹരി ഉപയോഗിച്ചിട്ട് അല്ലെ? ഞങ്ങള് കഴിഞ്ഞ ദിവസം കേസെടുത്തല് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞു. അത് തൊട്ടപ്പുറത്തെ പയ്യനായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി പ്രഗ്നന്റ് ആയിട്ട് കേസെടുത്ത് ഞങ്ങൾ അന്വേഷിച്ചു വന്നപ്പോ +1 പഠിക്കുന്ന സഹോദരനാണ് കാരണക്കാരൻ. ചോക്കുമ്പോ ഇന്ന് ഇവൾക്ക് കഞ്ചാവ് വലിക്കാൻ കൊടുത്തിരുന്നു. കുട്ടി തളർന്നിരിക്കുന്ന സമയത്ത് റൂമിൽ ഇന്ന് ഞാൻ കുട്ടീനെ പീഡിപ്പിച്ചിരുന്നു. അപ്പൊ മിക്ക കേസുകളും ഞങ്ങൾ അറിയണത് അവസാനമാണ് നമ്മൾ അറിയുള്ളൂ. ആദ്യത്തെ ഉപയോഗങ്ങളിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അല്ലെ? MDMA ഒന്നും ആദ്യത്തെ സ്റ്റാർട്ടിംഗ് ഉപയോഗങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്വഭാവത്തിൽ വരുന്ന മാറ്റങ്ങള് കണ്ടു തുടങ്ങുമ്പോ എന്ത് ചെയ്യാ? നിങ്ങൾ നിരീക്ഷിച്ചു തുടങ്ങാം. ഇനി ഏതെങ്കിലും ഒരു അധ്യാപകൻ, ഞാൻ നേരത്തെ പ്രത്യേകം ഞാൻ പറഞ്ഞു, ഏതെങ്കിലും അധ്യാപകൻ നിങ്ങളുടെ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? സാറേ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഇന്നു മുതൽ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കാം, നമുക്ക് നോക്കിയിട്ടൊരു തീരുമാനം എടുക്കാം. അന്ന് മുതൽ എന്ത് ചെയ്യണം? അവനെ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് അധ്യാപകരെ തിരിയാൻ പാടുമോ? ഏറ്റവും കൂടുതൽ അധ്യാപകർ പെട്ടുപോണത് അതിനാണ് കേട്ടോ. നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ നിരീക്ഷിക്കുക അല്ലെ? അവരുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചില്ലേ റിസ്ല പേപ്പർ, അതുപോലത്തെ പേപ്പറുകൾ അവരുടെ പുസ്തകങ്ങളുടെ ഇടയിലുണ്ടോ നോക്കുക. അല്ലാണ്ട് അവരുള്ള സമയത്ത് TV കളിക്കാൻ നിൽക്കണ്ട. അവരില്ലാത്തപ്പോ എന്ത് ചെയ്യാ? പതുക്കെ റൂമുകൾ നോക്കുക, കട്ടിലിന്റെ അടിഭാഗങ്ങൾ നോക്കുക. അവര് ഊരിട്ട പാന്റിന്റെ ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഉണ്ടാവും. കണ്ടിട്ട് നിങ്ങള് ഈ പോക്കറ്റിലൊക്കെ നോക്കുക. അതിനൊക്കെ എന്തെങ്കിലും ഈ പറയുന്ന കഞ്ചാവിന്റെ ഒക്കെ തരികള് ചിലപ്പോ ഉണ്ടായിരിക്കാം അല്ലെ? അവരുടെ റൂമിലെ ബോക്സുകൾ, ബാഗുകളും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യാ? ഇടയ്ക്കൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോ എന്ത് ചെയ്യാ? അവരറിയാതെ, അതിന് പ്രത്യേകം ഞാൻ പറയുന്നത് അറിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെടും അത്
അപ്പൊ നിങ്ങൾ ചെയ്തോട്ടാ, ഒരു സംശയം വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ നോക്കിക്കോ കേട്ടാ. സ്കൂളുകളിലൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ആഴ്ചയിലൊക്കെ ഇതുപോലെ പറഞ്ഞ സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റുകൾ നടത്തും. അധ്യാപകര്